ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീണ്ടും സെൻ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലാണ്, പക്ഷെ അത് നിങ്ങൾക്ക് എത്രമാത്രം സ്പെഷ്യലാവും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. 23 വർഷം ഞാൻ എൻ്റെ വീട് പിരിഞ്ഞു നിന്നിട്ടുണ്ട്. ആ 23 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ സെറ്റിലായതിന് ശേഷമാണ് വീട്ടിൽ ഒരുപാട് പച്ചപ്പും ചെടികളും കിളികളൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സൗദിയിലേക്ക് ഒരു മാസത്തെ വിസിറ്റിന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സായി കിടക്കുകയാണ്. ആ മിസ്സായ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. സൗദി അറേബ്യയിലെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ രാവിലെ എണീക്കുന്ന സ്വഭാവം ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഈ വെളിച്ചം നാട്ടിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാനിപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഊഞ്ഞാല, ഞാൻ തന്നെ പണിയിച്ചെടുത്ത എൻ്റെ ഊഞ്ഞാല, ഇത് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. പിന്നീടായി മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ. ഞാൻ 7 മുട്ട അടവെച്ച് വിരിയിച്ചെടുത്ത 7 കുഞ്ഞുങ്ങളാണ് ഇവർ. ഇതിനു മുൻപ് ഞാൻ അടവെച്ച് വിരിയിച്ച കുഞ്ഞുങ്ങളാണ് ഇവർ വിരിയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെ ഭംഗിയുള്ള വളരെ മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു അത്. ഇൻഷാ അല്ലാഹ് ഞാനത് താഴെ ചേർക്കാവുന്നതാണ്. പിന്നെ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ അക്വേറിയം. അത് ഡെയിലി ഞാൻ ക്ലീനാക്കി വൃത്തിയാക്കി വെക്കുന്ന എൻ്റെ അക്വേറിയം, അത് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ഇതിൽ കാർപ്പ് ഫിഷ്, ഗോൾഡ് ഫിഷ്, ഗൗരാമി എന്നിങ്ങനെ 3 തരം ഫിഷുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ആയിട്ട് അടുപ്പുള്ള രീതി കാണിക്കും നമ്മളോട്. കൈയിൻ്റെ അടുത്തിട്ട് വന്നിട്ട് തിന്ന് പോകുന്നൊരു രീതിയാണ് ഇവർക്ക്. ഒരുപാട് മിസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ ഞാൻ മിസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവിടെ വെച്ചാണ് എൻ്റെ എഡിറ്റിങ് നടക്കാറുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ത് പോസ്റ്റ് ഇടണമെന്ന് ആലോചിക്കലൊക്കെ ഇവിടെ കിടന്നിട്ടാണ്. ഇങ്ങനെയുള്ള ഏരിയകളിലാണ് എൻ്റെ ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കണൊക്കെ സ്ഥലങ്ങൾ. പിന്നെ ഞാൻ എൻ്റെ അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് കേട്ടോ ഇവൻ. ഇത് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് കയ്യിൽ കിട്ടിയ അന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ഓർമ്മ, ഒരു കാര്യമാണ്. അതും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ വീടിൻ്റെ ഈ ശാന്തത, ഇവിടെ വരാന്തയിലിരിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന കിളികളുടെ സൗണ്ടും എൻ്റെ ചെടികളുടെ കുളിർമയും ഒരുപാട് മിസ് ചെയ്യുന്നു. വല്ലാത്തൊരു അനുഭവമാണത്. രാവിലെ ഇവിടെ മുറ്റം നിറയെ മന്ദാരത്തിൻ്റെ പൂക്കൾ കൊഴിഞ്ഞെടുക്കും. അതൊരു 10 മണി വരെ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നീട് അത് കരിഞ്ഞു പോവും. എൻ്റെ വീട്ടിലെ ഈ ശാന്തമായ ഒരു അന്തരീക്ഷം അത് എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കാറുണ്ട്. ഇതെൻ്റെ കയ്യിലുള്ള ഒരു കറ്റാർവാഴയുടെ തൈയാണ്. ഞാൻ എപ്പോഴും അതിൽ നിന്ന് ചെറിയതായിട്ട് തണ്ട് പൊട്ടിച്ചെടുത്ത് അതിൽ ജെല്ലെടുത്ത് കയ്യിൽ മുഖത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതും ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വരാന്തയുടെ ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം കിട്ടുന്ന ഒരു ഏരിയയാണ്. ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട് ഇവിടെ, ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പൈഡർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. മുറ്റത്തുള്ള എല്ലാ ചെടികളും ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. നല്ല വെയിലുള്ള സമയങ്ങളിൽ പോലും ഇവിടെ നല്ല ഒരു തണുപ്പുള്ള ഫീലിംഗ് ആണ്. ഒന്ന് 2 കാക്ടസ് എൻ്റെ കയ്യിലുണ്ട്. മണി പ്ലാന്റിൻ്റെ ഒരു 4 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുന്ന ഫ്ലവറുള്ള 2 തരം ചെടികൾ
ഇതുപോലെ കാക്കപ്പൂവ് എന്നൊക്കെയാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇതുപോലെ 5 കളർ എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെയൊക്കെ ഫ്ലവറും പ്ലാന്റും ഒക്കെ നമ്മുടെ സന്തോഷങ്ങളിൽ പെടുന്നു. ഇതൊക്കെ ഞാൻ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ മിസ് ചെയ്യുന്ന ആളുകളാണ് ഇവർ. ഇവർ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളായത് കാരണമാണ് കയ്യിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത്. അല്ലാതെ നമുക്ക് അവരെ പിടിക്കാനൊന്നും സാധിക്കില്ല. ഇവരെ നമ്മൾ നല്ല കെയർ ചെയ്ത് വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വരുമാന മാർഗ്ഗമാക്കി എടുക്കാനും നമുക്ക് സാധിക്കും. ഇവരെ നമ്മൾ കളറുകൾ നോക്കി നമ്മൾ പെയറാക്കി മാറ്റുകയാണെങ്കിൽ ആ നല്ല കളറുകൾ പെയറാക്കുകയാണെങ്കിൽ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കും. ഇവരെ സൗണ്ടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. പിന്നെ നമ്മൾ കോട്ടക്കൽ കോഫി ക്രീം എന്ന ഷോപ്പിൽ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്ന ഈ ചോക്കോനട്ട്സിൻ്റെ കേക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് മിസ് ചെയ്യുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എൻ്റെ തൂക്കുകട്ടിൽ. ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാണ്. അത് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മിസ് ചെയ്യുന്നതാണ് ഇമ്പൻപുളി ഉപ്പിലിട്ട് വെച്ചത്, മുളക് ഉപ്പിലിട്ട് വെച്ചത്, ഈ മുളക് ചമ്മന്തി, വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് അരയ്ക്കുന്ന ചുവന്നുള്ളിയും മുളകും കൂട്ടി അരയ്ക്കുന്ന ചമ്മന്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാ സമയത്തും ഫുഡിൻ്റെ കൂടെ എനിക്ക് ഇത് നിർബന്ധമായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടും ഇല്ല. അത് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഓർമ്മകളായി കിടക്കുകയാണ്. ഇൻഷാ അല്ലാ വീണ്ടും എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഞാൻ കാണിക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.